റോക്കറ്റിലെ തകരാറുകൾ പരിഹരിച്ചു. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര 19-ന് നടത്താൻ ശ്രമം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്രയുടെ പുതിയ തീയതി പുറത്ത്. ജൂൺ 19-ന് ദൗത്യം വിക്ഷേപിക്കും. US ബഹിരാകാശ കമ്പനിയായ ആക്സിയോം സ്പേസിന്റെ 4ാം ബഹിരാകാശ ദൗത്യത്തിലാണ് ശുഭാംശു ശുക്ല ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. ശനിയാഴ്ച ISRO ആണ് വിക്ഷേപണത്തിന്റെ തീയതി അറിയിച്ചത്. റോക്കറ്റിലെ തകരാറുകൾ പരിഹരിച്ചു. യാത്ര വിജയിച്ചാൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകും ശുഭാംശു ശുക്ല. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും. US ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് 4 യാത്രികരുമായി കുതിച്ചുയരുക. ഈ റോക്കറ്റിന്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രാഗൺ C-213 പേടകത്തിലാണ് യാത്രക്കാർ ഇരിക്കുക. പരിചയസമ്പന്നനായ ഗഗനചാരി പെഗ്ഗി വിറ്റ്സൺ നയിക്കുന്ന യാത്രയിൽ സ്ലാവോസ് വിസ്നിയെവ്സ്കി, ടിബോർ കബു എന്നിവരാണ് മറ്റ് യാത്രികർ. കാലാവസ്ഥയും അന്താരാഷ്ട്ര നിലയത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും യാത്രയ്ക്ക് തടസ്സമായി. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടതായി ആക്സിയം സ്പേസ് പറഞ്ഞു. ആദ്യം മെയ് 29-നായിരുന്നു ആക്സിയം പദ്ധതിയുടെ ഭാഗമായ ബഹിരാകാശ യാത്ര നിശ്ചയിച്ചിരുന്നത്. പിന്നീടത് ജൂൺ 10-ലേക്ക് മാറ്റി. പിന്നീടത് മാറ്റി ജൂൺ 11-ആക്കി നിശ്ചയിച്ചു. എന്നാൽ വീണ്ടും വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു. പേടകം വിക്ഷേപിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മുമ്പെല്ലാം കാലാവസ്ഥ അനുകൂലമാകാതിരുന്നതിനെ തുടർന്നായിരുന്നു ദൗത്യം മാറ്റിവെച്ചതെങ്കിലും കഴിഞ്ഞ തവണ ഗുരുതരമായ സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദൗത്യമാണ്. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലെത്തുന്നു എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യ സംഘത്തിലെ അംഗം കൂടിയാണ് ശുഭാംശു ശുക്ല.